എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഗണേശോത്സവമൊക്കെ എല്ലാവരും ആർഭാടമായി ആടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കൊണ്ടാടി പലവരുടെയും ഗണേശന്റെ നിമജ്ജനം കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലവർ ഇപ്പോഴും 10 ദിവസം 15 അല്ല 12 11 ദിവസമൊക്കെ വെക്കുന്നവര് ഇപ്പോ അത് ഇപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഗണേശ വിഗ്രഹം ഗണപതി ഈ നിമജ്ജനത്തിന് വേണ്ടി ഈ ഗണേശ ചതുർത്ഥിക്ക് വാങ്ങിച്ച് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഗണേശ വിഗ്രഹത്തെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. പലപ്പോഴും ഗണേശ വിഗ്രഹം എന്താണ്, എങ്ങനെയാണ് അത്, എന്തിലൂടെയാണ് ഉണ്ടാക്കേണ്ടത്, എന്ത് മെറ്റീരിയൽ ആണെന്നും അറിയാണ്ടാണ് പലരും ഇതിന്റെ നിമജ്ജനം നടത്തുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയാനാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക് എടുത്തിരിക്കുന്നത്. ബേസിക്കലി ഗണപതിനെ പാർവതി പുരാണപ്രകാരം, നമ്മുടെ പുരാണങ്ങളിൽ എഴുതിയത് പ്രകാരം ഗണപതിനെ പാർവതി പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിച്ച ഗണേശനെ പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഗണപതിനെ കൊണ്ടുവരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് നിമജ്ജനം ചെയ്യുന്നു, അല്ലെങ്കിൽ 1.5 ദിവസം കഴിഞ്ഞ് നിമജ്ജനം ചെയ്യുന്നു. ആ ഒരു പ്രക്രിയക്ക് നമ്മൾ ആരാധനാ ശൈലിയായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഗണപതി പ്രകൃതിയിൽ നിന്ന് വന്നതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചിട്ടായിരിക്കണം, അതിൽ കെമിക്കൽസോ കാര്യങ്ങളോ ആഡ് ചെയ്യാണ്ട് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചിട്ടായിരിക്കണമല്ലോ ഗണപതിയെ സൃഷ്ടിക്കേണ്ടത്. അപ്പൊ ആ ഗണേശ വിഗ്രഹം സൃഷ്ടിക്കേണ്ടത് മണ്ണ്, കളിമണ്ണ്, അതും ചൂളയില് വെച്ച് ചൂടാക്കാത്ത കളിമണ്ണ് കൊണ്ട് ആണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ, അതിന്റെ അതിന്റെ ഒരു റൂൾ. അപ്പൊ ആ റൂളിനെ കുറിച്ച് അറിയാത്തവരാണ് ഈ ഗണേശനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും പല അന്യ മെറ്റീരിയൽസ്, അതായത് ഒരു വെള്ളത്തിലിട്ട് അലിഞ്ഞു പോവാത്ത പല മെറ്റീരിയൽസും ഉപയോഗിച്ച് ഇതിനുണ്ടാക്കി നമ്മൾ അതിനെ കൊണ്ടുപോയി ഇല്ലാത്ത വെള്ളത്തിൽ മുക്കിയും ക്രെയിൻ ഉപയോഗിച്ച് മറ്റേ തൂക്കിയെടുത്ത് വെള്ളത്തിലിടുകയും ഒക്കെ ചെയ്ത് അതിനോട് ഭയങ്കര അനാദരവ് കാണിക്കുന്നു. ഈ അനാദരവ് കാണിക്കുന്നത് വളരെ തെറ്റാണ്. നമ്മൾ നമ്മളുടെ പുരാണങ്ങളെ ഒരു ഭാഗത്ത് കൂട്ടുപിടിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ആ പുരാണത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴേ അതിന് എന്താണ് ആ മൂല്യം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനി പുരാണത്തിലെ കഥകൾ പ്രകാരമാണെങ്കിൽ ഗണപതിനെ വേദവ്യാസൻ ഒരു കഥ പാർവതിനെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി, അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ, അതിനെ ആ പാർവതി കളിമണ്ണിൽ നിന്ന് ഗണേശനെ ഉത്ഭവിപ്പിച്ചു. ആ ഗണേശനെ വീണ്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു പറഞ്ഞയക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് നമ്മൾ ഈ ഗണേശനെ കൊണ്ടുവരുന്നതും അതിനെ തിരിച്ച് പ്രകൃതിയിലേക്ക് തന്നെ പറഞ്ഞേക്കുന്നതും. വെള്ളത്തിൽ മുക്കിയ കളിമണ്ണ് അരിഞ്ഞു പോകണം, അതുകൊണ്ടാണ് കളിമണ്ണ് ചൂടാക്കാൻ പോലും പാടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞു പോകും, അത് പ്രകൃതിക്ക് വേറൊരു ദോഷം ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി മറ്റൊരു കഥയുണ്ട് ഇതിന്റെ പിന്നിൽ. വേദവ്യാസൻ ഗണപതിയോട് മഹാഭാരതം എഴുതാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഗണപതി പറഞ്ഞു ശരി, ഞാൻ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ഒന്നേ ഉള്ളൂ. നിങ്ങൾ മഹാഭാരതം എനിക്ക് ചൊല്ലിത്തരാൻ തുടങ്ങിയ, ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ ആ നിമിഷം തൊട്ട് അത് നിർത്താണ്ട് അത് തീരുന്ന വരെ ചൊല്ലണം, അല്ലെങ്കിൽ ഞാൻ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തും. അപ്പോൾ വേദവ്യാസൻ പറഞ്ഞു ആക്സെപ്റ്റഡ്, ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വേദവ്യാസൻ ആ മഹാഭാരതം രചിക്കാൻ തുടങ്ങി, അത് ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി, അതിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഗണപതി എഴുതാൻ തുടങ്ങി. കണ്ണടച്ചിരുന്ന വേദവ്യാസൻ അത് പറഞ്ഞ് പോകും തോറും ഏകദേശം 10 ദിവസം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ 10 ദിവസം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഗണപതി ആകെ ഇങ്ങനെ ചൂടായി, ശരീരം മൊത്തം ഇങ്ങനെ ചൂടോടുകൂടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഗണപതിനെ കണ്ടപ്പോൾ വേദവ്യാസന് ഭയങ്കര വിഷമം തോന്നി. ഗണപതിയെ എടുത്തു കൊണ്ടുപോയി അടുത്തുള്ള ഒരു അരുവിയിൽ പോയി മുക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗണേശനെ മുക്കി കളയണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ മുക്കിയ വിഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ, കളിമണ്ണോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇത് ദീർഘകാലം നിൽക്കുന്ന ഒരു വിഗ്രഹമാണെങ്കിൽ, നിങ്ങൾക്ക് അത് തിരിച്ച് വീണ്ടും അതേ ആദരവോട് കൂടി തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് കളിമണ്ണ് തന്നെ ഉപയോഗിച്ച് ഇതിനെ നിമജ്ജനം ചെയ്യാൻ ഉപയോഗിക്കണം, അതും പബ്ലിക് പ്ലേസിൽ ഗണപതിനെ വെച്ച് ആദരിക്കുമ്പോൾ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് വീടുകളിലായാലും പബ്ലിക് പ്ലേസിലായാലും അങ്ങനെ പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. അത് അങ്ങനെ വെച്ച് സ്ഥിരമായിട്ട് ഗണേശനെ വീട്ടിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങിയാൽ അത് വേണ്ട വിധത്തിലുള്ള പൂജയാവണം, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ പൂജിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ നിമജ്ജനം ചെയ്യണം. നിമജ്ജനം ചെയ്യണം. അപ്പൊ കൊണ്ടുവന്ന സാധനം നിമജ്ജനം ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മേടിക്കണം? അത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി, അതും ചൂടാക്കാത്ത കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി, അത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അത് ചൂടാക്കി അതിനെ നല്ല സ്ട്രോങ് ആക്കാത്ത ഒരു വിഗ്രഹം വെച്ചിട്ട് വേണം നിങ്ങൾ നിമജ്ജനത്തിന് കൊണ്ടുവന്ന് ഗണപതിയെ വയ്ക്കാൻ. അല്ലാത്ത പക്ഷം പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുടങ്ങിയ അങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്യാതെ നിങ്ങൾ നല്ല ഐറ്റംസ്, ഇവനെ വിഗ്രഹം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മറ്റേ ലോഹം കൊണ്ടുണ്ടാക്കാം. ഇരുമ്പ് എന്ന് ഞാൻ പറഞ്ഞത്
ലോഹം കൊണ്ടുണ്ടാക്കാം, പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കാം. ഈ 10 ദിവസം നിങ്ങൾ പ്രത്യേക പൂജകൾ നടത്തി അദ്ദേഹത്തിനെ കൊണ്ടുപോയി അരുവിയിൽ കൊണ്ടുപോയി തണുപ്പിച്ച്, അത് വേദവ്യാസന്റെ പുരാണത്തെ അനുസ്മരിപ്പിക്കും വിധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പാർവതിയുടെ പുരാണത്തെ, പാർവതിയുടെ കഥയെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഗണേശ വിഗ്രഹങ്ങൾ ഇങ്ങനെ ക്രെയിനിലും വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി എറിഞ്ഞിട്ടും പാലത്തിന്റെ മുകളിൽ നിന്ന് എറിഞ്ഞിട്ടൊന്നും ഗണപതിയെ വെച്ച് നിങ്ങൾ പൂജിക്കുമ്പോൾ അത് അനാദരവോടുകൂടിയിട്ട് അതിനെ മുക്കിക്കളയാൻ ശ്രമിക്കരുത്. അതിന് നമ്മൾ കൂട്ടു നിൽക്കരുത്. ഹിന്ദു ഭഗവാനെ തന്നെ നമ്മൾ ചവിട്ടുന്ന പോലെയാണ്. ദയവ് ചെയ്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് സ്വീകാര്യമാണ്. ഞങ്ങൾക്ക് നല്ല വീഡിയോസ് ചെയ്യാൻ അത് പ്രേരണയാക്കും. ഒപ്പം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.